ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വിഷയം വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കൈ ചൂണ്ടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളിന്ന് വന്നേക്കുന്നത് പാടത്തിന്റെ സൈഡിലുള്ള മോട്ടോറിലോട്ടാണ് ചൂണ്ടാനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേക്കും കുറെ വരാൽ കിടന്ന് മറിയുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടുകാരന്മാർ വന്ന് ഒന്ന് രണ്ട് വരാലിനെ പിടിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വരാലും കാരി ചെമ്പല്ലി അങ്ങനെയുള്ള മീനുകളാണ് കൂടുതൽ ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ നമ്മൾ വരാലിനെ വല്ലതും കിട്ടുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. എന്തായാലും നമുക്ക് നോക്കാം, വാ. അപ്പോൾ നമ്മളിത് സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിത് ചൂണ്ടയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് കൊത്തുന്നുണ്ട്. കൊത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പള്ളത്തിയാണ്, നല്ല മഞ്ഞ പള്ളത്തി അടിച്ച് കയറിയിരിക്കുന്നത്. നല്ല രസമുണ്ട് തന്നെ കാണാനായിട്ട്. അപ്പോൾ ഇവന് ആവശ്യമുണ്ട്, നമുക്കിവനെ എടുത്തിട്ട് കൊല്ലിക്കകത്തിട്ടേക്കാം. അപ്പോൾ നമ്മളിത് കായലിൽ നിന്ന് കുറച്ച് പള്ളത്തിനെയും ചെറിയ മീനുകളെയും പിടിച്ചിട്ട് നമ്മൾ നേരെ ആ പാടത്തിൻ്റെ മോട്ടോറിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ വരാൽ കിടപ്പുണ്ട്. ഇടയ്ക്കൊന്ന് വെള്ളം എടുത്തിട്ട് താഴത്തോട്ട് പോകുന്നതാണ് നല്ല വെയിലുള്ള സമയത്ത്. അപ്പോൾ നമുക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 2-3 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വന്ന് നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ പള്ളത്തിൽ പിടിച്ച് ഹുക്ക് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതിന് പകരം നമ്മൾ ഇച്ചിരി വലിയ ഹുക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മറ്റേ മീൻ എടുത്തിട്ടുണ്ട്. ലൈവ് മീനാണ്, ചത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിനെ നേരെ അത് കണക്ക് തന്നെ ഇടുവാണ്. ഇതൊക്കെ ചെറുതായിട്ടൊന്ന് മൂവ്മെൻറ്റ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കണം. അല്ലേ തന്നെ അത് ഓടുന്നുണ്ട്. എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കണം. ഇച്ചിരി റിസൾട്ട് ആയിരിക്കും. അപ്പോൾ കുറച്ച് നേരമായിട്ട് ഇട്ടിട്ടൊന്നും അതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ തീറ്റി മാറ്റിയിട്ടുണ്ട്. തീറ്റി മാറ്റി നമുക്ക് കിട്ടിയ പള്ളത്തി ഉണ്ടല്ലോ, അതിനെടുത്തിട്ടുണ്ട്. നമ്മളിതൊന്നും ചാകാതിരിക്കാൻ വേണ്ടി ചെറിയ മീനെയൊക്കെ പിടിച്ച് നമ്മളിത് ഈ കൊല്ലിക്കകത്തിട്ട് വെള്ളത്തിയിട്ട് വെച്ചിരിക്കുകയാണ്. എന്നാലും നമുക്ക് ഇതിനെ ഇട്ട് നോക്കാം. മറ്റേത് ചെറിയതായിട്ടൊരു വയ്യായ്മ കാണിക്കുന്നുണ്ട്. അത് അധികം ആക്റ്റീവ് ആകുന്നില്ല. പക്ഷേ ഇതിന് കുഴപ്പമില്ല. ഇത് നല്ല രീതിയിൽ ഓടുന്നുണ്ട്. വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഇതിന് മീനടിക്കാൻ സാധ്യത. പൊങ്ങി വെള്ളത്തിൻ്റെ മേളിൽ കിടന്ന് പൊങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരെണ്ണം അടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കൊമ്മളയൊക്കെ വന്നായിരുന്നു അവിടെ. എനിക്ക് വന്നാൽ താഴത്തോടെ ചെറുതായിട്ട് പൊങ്ങ് മൂവ്മെൻ്റ് ആകുന്നുണ്ട്. മീൻ അടിച്ചിരിക്കുകയാണ്. അടിച്ചടിച്ച് നമ്മൾ പോൾ റോഡായതുകൊണ്ടേ പൊക്കി എടുക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം വലിപ്പമുള്ളൊരു വരാലാണ് അടിച്ചേക്കുന്നത്. നാടൻ വരാലല്ല ഇത്, അത്യാവശ്യം വലിപ്പമുള്ളൊരു വരാല. എന്തായാലും നമുക്കതിനെ കൊല്ലിക്കകത്തിട്ടേക്കാം. ഇന്നത്തെ മീൻപിടുത്തം നമ്മളിവിടെ നിർത്തുവാണ്. വരാലിൻ്റെ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്, എന്നാലും അവൻ തീറ്റി എടുക്കുന്നില്ല. നമുക്ക് ഒരെണ്ണമാണ് അടിച്ച് കിട്ടിയേക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു കൂരീനെ കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ നിർത്തുവാണ്. അപ്പോൾ കിട്ടിയ മീനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെ, നമ്മൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇന്ന് കിട്ടിയ മീനെ. വാ, ഇതിനകത്തുണ്ട്. ഒരു വരാല്, പിന്നെ ഒരു പരലി, പിന്നെ ഇതിനകത്തൊരു കൂരി കിടപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് കിട്ടിയത്. ഇത് ചത്തുപോയി. പിന്നെ കുറച്ച് ചെറിയ കുഞ്ഞു വരലിനൊക്കെ കിട്ടിയത്. അതിനെയൊക്കെ ഞാൻ തിരിച്ച് അത് കണക്ക് തന്നെ ഇട്ടേച്ചു വെള്ളത്തിലോട്ട്. പിന്നെ ഒന്നും കിട്ടില്ല. അപ്പൊ ഇന്ന് ഇട്ടേക്കുന്ന മീൻ ഇത്രയാണ്. അബോസി. അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ. അപ്പൊ ഇതുപോലത്തെ ഫിഷിംഗ് വീഡിയോസ് ആണെങ്കിൽ നമ്മുടെ ചാനലിലോട്ട് വരും.